വെട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കിയാലോ. കുറേ കാലമായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു മുതലായിരുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. 2 കപ്പ് മൈദപ്പൊടി, 2 കപ്പ് റവപ്പൊടി, 1 കപ്പ് പഞ്ചസാര. ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളി. സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയെന്നേ. നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത്. മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കുയ്യാക്കി എടുക്കുക. ആ കുയ്യിലേക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കളറുണ്ടെങ്കിൽ കളറ് ചേർത്താൽ നല്ല കളറ് കിട്ടും. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടി, സോഡാപ്പൊടി, ഉപ്പ്, 2 കോഴിമുട്ട. സോഡാപ്പൊടി ചേർക്കണം, മറക്കരുത്. സോഡാപ്പൊടി ചേർത്താലേ അത് പൊന്തി വരുള്ളൂ. മുട്ടയും വേണം ചേർക്കുക. കളറിന് കളറ് ചേർത്താൽ ഒന്നും കൂടി കളറ് കിട്ടും. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്തോളി. പൊടിച്ചിട്ട് ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും മൂടി വെക്കുക. നമ്മൾ അരമണിക്കൂറായി ഞാനിതെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി എന്ത് ചെയ്യണം, കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒന്ന് എന്താ പറയുക, വെള്ളമൊക്കെ വറ്റി റവ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കുഴച്ചെടുത്തിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ വെട്ടാക്കി ഇങ്ങനെ കൊടുക്കുക. ഇതുപോലെ ചെയ്യണം. ഇനി ചെയ്യേണ്ടത് നല്ല ചൂടാവാത്ത മീഡിയം ചൂടിലുള്ള എണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. നമ്മൾ ആദ്യം ഇടുമ്പോൾ വലിയ സൗണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എണ്ണ ചൂടായിട്ടില്ല എന്ന്. ആ എണ്ണ അത്ര ചൂടായാൽ മതി. കൂടുതൽ ചൂടായാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഞാനിവിടെ 2 രീതിയിലായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. സംഭവം പൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടെങ്ങാനും കൂട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും, അതിൻ്റെ പുറം കരിയും ചെജും ഉള്ളു വേവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കുറഞ്ഞ തീയിൽ വേണം പൊരിച്ചെടുക്കാനായിട്ട്.